നമസ്കാരം. ഈസി വേസ് അക്കാഡമിയുടെ ഹൈബ്രിഡ് കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ ആണ് ഈ വീഡിയോ. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മുടെ കുട്ടികൾ എല്ലാവരും തന്നെ ടെസ്റ്റ്, റീടെസ്റ്റ് ഇതുപോലെയുള്ള പരീക്ഷകൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അവർക്ക് വേണ്ടിയിട്ട് റീടെസ്റ്റിന് സഹായകമാകുന്ന ഒരു വീഡിയോ സെഷൻ ആണ് നമ്മളിപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. മുൻപത്തെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്ലേലിസ്റ്റ് ഒന്ന് നോക്കുക. പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് മുൻപിട്ടിട്ടുള്ള വീഡിയോകൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനും ക്രിസ്മസ് എക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇട്ടിട്ടുള്ള ക്വസ്റ്റ്യനും അതിന്റെ ആൻസർ കീയും PDF ആയിട്ട് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റിൽ രേഖപ്പെടുത്തുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് വീഡിയോ കണ്ട് റീടെസ്റ്റിന് വേണ്ടി പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ ഉണ്ടാവുമെന്ന് ഉറപ്പുവരുത്തുക. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വെച്ച് തന്നെ ഡിസ്കസ് ചെയ്ത് അതിന്റെ എക്സ്പ്ലനേഷൻസ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിന്റെ സൈഡിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാൻ പറ്റും, ചെറിയ രീതിയിൽ കാണാൻ പറ്റും. അപ്പൊ അത് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ട് അതിന്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതിലേക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് ക്രിസ്മസിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു ഉറപ്പാണ്. അപ്പോൾ വീഡിയോ മറ്റുള്ള കുട്ടികളിലേക്കും നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എത്തിക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. SI യൂണിറ്റ് ഓഫ് പവർ ഓഫ് ലെൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ SI യൂണിറ്റ് ഓഫ് പവർ ഓഫ് ലെൻസ്. പല വർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ പവർ ഓഫ് ലെൻസ് എന്ന് പറയുന്നത്. നമ്മൾ SI യൂണിറ്റ് ഏതൊരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാലും അതിലുണ്ടാവും. നമ്മൾ എല്ലാ ചാപ്റ്ററും പഠിക്കുമ്പോൾ അതിന്റെ അവസാനം, ആ ചാപ്റ്ററിന്റെ അവസാനം നമ്മൾ അതിലെ ഓരോ SI യൂണിറ്റുകൾ പഠിച്ചു വെച്ചിരിക്കുക. SI യൂണിറ്റിൽ നിന്ന് നമുക്ക് 2 to 3 മാർക്സ് വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ SI യൂണിറ്റ് എല്ലാ ക്വാണ്ടിറ്റീസിന്റെയും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ആയാലും ചാർജസിന്റെ ആയാലും ഫ്ലക്സിന്റെ ആയാലും മാഗ്നറ്റിക് ഫ്ലക്സ്, ഇലക്ട്രിക് ഫ്ലക്സ്, ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിന്റെ എല്ലാം SI യൂണിറ്റുകൾ പഠിച്ചു വെച്ചേക്കുക. ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് റേ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം ഡയോപ്റ്റർ ആണ് അല്ലെ. ഡയോപ്റ്റർ. നമുക്ക് ബാക്കി ഓപ്ഷൻസ് കൂടെ നോക്കാം. ന്യൂട്ടൺ ആരുടെ SI യൂണിറ്റ് ആണ് അല്ലെ. ഫോഴ്സിന്റെ SI യൂണിറ്റ് ആണ് ന്യൂട്ടൺ. അതുപോലെ ജൂൾസ് വർക്കിന്റെ SI യൂണിറ്റ് ആണ് ജൂൾസ്. അതുപോലെ അടുത്ത് വന്നിരിക്കുന്ന വാട്ട്സ് ആണ്. ഇത് പവറിൻ്റെതാണ്. പക്ഷെ അത് ഏത് പവറിന്റെയാണ്? നമ്മുടെ ഇലക്ട്രിക്കൽ പവർ ആയാലും അല്ലെങ്കിൽ നമ്മുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പവറിലാണ്. അത് ലെൻസിന്റെ പവർ അല്ല. നമ്മുടെ കൈനമാറ്റിക്സിൽ നമ്മൾ പഠിക്കുന്ന പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്സ് എന്ന് പറയുന്നത് അല്ലെ. വർക്ക് ബൈ ടൈം എന്ന് പറയുന്ന പവറിന്റെയാണ്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ SI യൂണിറ്റ് ഓഫ് പവർ ഓഫ് ലെൻസിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിലെ പവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ലെൻസിന്റെ പവർ ആണ്. അത് ഓപ്ഷൻ ഡി ഡയോപ്റ്റർ ആണ്. ഡയോപ്റ്റർ ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ D ആണ് ഡയോപ്റ്റർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലോക്കസ് ഓഫ് പോയിന്റ്സ് വിച്ച് ഹാവ് സെയിം ഫേസ് ഈസ് കോൾഡ് എ വേവ് ഫ്രണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ലോക്കസ് ഓഫ് പോയിന്റ്സ് വിച്ച് ഹാവ് സെയിം ഫേസ് അല്ലെ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ വേവ് ഓപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിൽ നമ്മൾ വേവ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ തന്നെ പഠിക്കുന്നുണ്ട്. ആ ഡെഫിനിഷൻ അതുപോലെയാണ് ഈ ചോദിച്ചിരിക്കുന്നത്. ലോക്കസ് ഓഫ് പോയിന്റ്സ് വിച്ച് ഹാവ് സെയിം ഫേസ് ഇൻ വൈബ്രേഷൻ, സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ ഈസ് കോൾഡ് എ വേവ് ഫ്രണ്ട്. ഒരു മീഡിയത്തിൽ വേവ് ഉണ്ടാവുമ്പോൾ അതിൽ ഒരേപോലെ, അതായത് നമ്മളൊരു കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ അതിന് ചുറ്റും ഒരു സർക്കിൾ ഫോം ചെയ്യാനുള്ള കാരണം ആ സർക്കിളിലുള്ള എല്ലാ പോയിന്റ്സും പാർട്ടിക്കിൾസും ഒരേ അളവിൽ നിരപ്പിൽ പൊങ്ങുന്നു എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഒരേ നിരപ്പിൽ ഒരുമിച്ച് അത് പൊങ്ങുന്നത് കൊണ്ടാണ് നമുക്കതൊരു സർക്കിൾ ആയിട്ട് ഫോം ചെയ്യുന്നത്. നമുക്ക് കുറെ കുട്ടികൾ ഇരിക്കുന്നത് ആലോചിക്കുക. കുറെ കുട്ടികൾ ഒരു ഗ്രൗണ്ടിൽ ഇരിക്കുന്നത് ആലോചിക്കുക. അതിൽ ഒരു പ്രത്യേക ഏരിയയിലുള്ള കുട്ടികൾ പ്രത്യേക ഒരു സർക്കിൾ ഷേപ്പിലുള്ള കുട്ടികൾ മാത്രം എണീറ്റ് നിൽക്കുന്നതായിട്ട് ആലോചിക്കുക. നമുക്കൊരു സർക്കിൾ ഫോം ചെയ്യാൻ പറ്റും അല്ലെ. ഓരോ കുട്ടികളും, എല്ലാ കുട്ടികളും ഒരേപോലെ ഒരേ ഹൈറ്റിൽ ഏകദേശം ഇങ്ങനെ എണീക്കുമ്പോഴാണ് നമുക്ക് ആ വേവ് ഫോം ചെയ്യുന്നത് അല്ലെ. അതിനെയാണ് അതെന്ന് പറയുന്നത് വേവ് ഫ്രണ്ട്. അപ്പൊ ഡെഫിനിഷൻസ് പഠിക്കുക. ഡെഫിനിഷൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വാട്ട് ഈസ് മാഗ്നറ്റിക് ഫ്ലക്സ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് മെഷേർഡ് അല്ലെ. ഡെഫിനിഷൻ. മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണ്, അത് എങ്ങനെ മെഷർ ചെയ്യാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോ മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാഗ്നറ്റിക് ഫ്ലക്സ് ആയാലും ഇലക്ട്രിക് ഫ്ലക്സ് ആയാലും നമുക്കറിയാം. ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് ദാറ്റ് ഏരിയ. ഒരു ഏരിയ പാസ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ അതെന്ന് പറയുന്നത് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഫ്ലക്സ് എന്താണെന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഹൗ ഇറ്റ് ഈസ് മെഷേർഡ്. നമുക്ക് അതിന്റെ യൂണിറ്റ് അവിടെ എഴുതേണ്ടതായിട്ട് വരും. നമുക്ക് അതിന്റെ ഇക്വേഷനും അറിയണം. ഡെഫിനിഷൻ എഴുതാന്നുണ്ടെങ്കിൽ എഴുതുക. നമ്മൾ ആൻസർ കീയില് അതിന്റെ ഡെഫിനിഷനും യൂണിറ്റും ഇക്വേഷനും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൗ ഇറ്റ് ഈസ് മെഷേർഡ്, നമുക്ക് അതിന്റെ യൂണിറ്റ് പഠിച്ചു വെച്ചേക്കുക. വെബർ ആണ് അതിന്റെ, അല്ലെങ്കിൽ ടെസ്ല മീറ്റർ സ്ക്വയർ എന്ന് വേണമെങ്കിൽ പഠിക്കാം. വെബർ അല്ലെങ്കിൽ ടെസ്ല മീറ്റർ സ്ക്വയർ ഒക്കെയാണ് അതിന്റെ യൂണിറ്റ്. അത് അങ്ങനെയാണ് മെഷർ ചെയ്യുക. ഓക്കെ. അപ്പോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. The household line voltage of AC measured is 210 volt.
കാൽക്കുലേറ്റ് ഇറ്റ്സ് പീക്ക് വോൾട്ടേജ്. ഇപ്പം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു 80% ക്വസ്റ്റ്യൻ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്ത് കുട്ടികൾക്കായിട്ട് കൊടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രീവിയസിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൗസ് ഹോൾഡ് ലൈൻ വോൾട്ടേജ് മെഷർ ചെയ്തത് 210 വോൾട്ട്, നമ്പർ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പൊ 210 വോൾട്ട് ആണ് തന്നിരിക്കുന്നത്. കാൽക്കുലേറ്റ് ഇറ്റ്സ് പീക്ക് വോൾട്ടേജ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ പീക്ക് വോൾട്ടേജ് അഥവാ മാക്സിമം വോൾട്ടേജ് നമ്മൾ പഠിക്കും അല്ലെ, V0 നമ്മൾ പഠിക്കുന്നുണ്ട്. V0 എന്ന് പറഞ്ഞാൽ മാക്സിമം അഥവാ പീക്ക് വോൾട്ടേജ് ആണ്. നമുക്ക് അതിൽ നിന്ന് ഇപ്പൊ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, എന്താണ് തന്നിരിക്കുന്നത്? അപ്പം നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. തന്നിരിക്കുന്നത് RMS ആണ്. വോൾട്ടേജിന്റെ RMS വാല്യൂ തന്നിട്ടാണ് സാധാരണ പീക്ക് വോൾട്ടേജ് ചോദിക്കാറ്. ഓക്കെ, അല്ലെങ്കിൽ മാക്സിമം വാല്യൂ തന്നിട്ട് അവർക്കാണെങ്കിൽ RMS ചോദിക്കാം. അപ്പൊ നമ്മൾ പഠിച്ചു വെച്ചേക്കുക V0യും അല്ലെങ്കിൽ മാക്സിമം വോൾട്ടേജും RMSും തമ്മിലുള്ള ബന്ധം നമ്മൾ പഠിച്ചു വെച്ചേക്കുക. ഒന്നുകിൽ V0 ഇസ് ഈക്വൽ ടു VRMS ഇൻറ്റു √2, അല്ലെങ്കിൽ നമ്മൾ VRMSന്റെ ഇക്വേഷൻ ആണ് യഥാർത്ഥത്തിൽ പഠിക്കുന്നത് അല്ലെ. VRMSന്റെ യഥാർത്ഥ ഇക്വേഷൻ ആണ് നമ്മൾ അത് പഠിക്കുന്നത്. ഇക്വേഷൻ V0 ബൈ √2 ആണ്. ഓക്കെ, V0 ബൈ √2. അപ്പൊ നമുക്ക് വാല്യൂ ഉണ്ട് 210 ആണെന്നുണ്ട്. ആ 210 എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് V0 ഇസ് ഈക്വൽ ടു 210 ഇൻറ്റു √2, അത്രയും വോൾട്ട്. ഓക്കെ, കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ വാല്യൂ കൂടെ ഇട്ട് കൊടുക്കാം. √2ന്റെ വാല്യൂ 1.414 വരും. അത് ഇൻറ്റു ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. നമുക്ക് അവിടെ അതിന്റെ മാർക്ക് കിട്ടും. അപ്പോ അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആ ഒരു റിലേഷൻ RMS വോൾട്ടേജിന്റെ ഇക്വേഷൻ ആണ് V0 ബൈ √2. ഇതുപോലെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. കറണ്ടിന്റെ ഇക്വേഷൻ ഇതേപോലെ IRMS എന്ന് പറയുന്നത് I0 ബൈ √2. അവിടെ I0 എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം അഥവാ പീക്ക് കറണ്ട് ആണ്, മാക്സിമം കറണ്ട് ആണ് അല്ലെ. ആ മാക്സിമം കറണ്ട് ബൈ √2 ചെയ്യുമ്പോൾ IRMS കിട്ടും. അപ്പൊ ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്ക് ചോദിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനത്തെ ഒരു കണക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഓക്കെ, the question: an accelerating charge produces dash waves. Electric, magnetic, electromagnetic, none of this. അപ്പൊ നമ്മൾ ചാർജിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ മാക്സ്വെൽ മോഡിഫിക്കേഷൻ ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. ഒരു ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് അവിടെ വരുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് മാക്സ്വെൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞൊരു 4 ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്. അതിനുശേഷം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ ഫോർമേഷൻ പഠിക്കുന്നുണ്ട്. അതിനുശേഷം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ പ്രത്യേകതകൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കേണ്ട സെക്ഷൻസ് ഇതൊക്കെയാണ്. അതിന്റെ കൂടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ പ്രൊഡക്ഷനിൽ നമ്മളൊരു 3 പോയിന്റ്സ് പഠിക്കും. അതായത് 3 പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത്. അതിൽ ഒരു ഓപ്ഷൻ നമ്മളതിൽ ഉണ്ട് അല്ലെ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആക്സിലറേറ്റിംഗ് ചാർജസ് എന്നാണ്. അപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 5ന്റെ ഓപ്ഷൻ സി ആണ്. അതുപോലെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റ് 2 സോഴ്സസ് ഏതൊക്കെയാണ്? ഒരെണ്ണം ഞാൻ പറയാം, ഒരെണ്ണം നിങ്ങൾ കമന്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഒരു സോഴ്സ് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആക്സിലറേറ്റിംഗ് ചാർജ്. അടുത്തത് ഓസിലേറ്റിംഗ് ഡൈപോൾ. ഓസിലേറ്റിംഗ് ഡൈപോളിനും എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ അത് ഓർത്ത് വെച്ചിരിക്കുക. 2 സോഴ്സ് ഞാൻ പറഞ്ഞു. ഒരു സോഴ്സും കൂടെ ഉണ്ട്. പഠിച്ചിട്ടുള്ളവര് കമന്റ് ചെയ്യുക. നമ്മുടെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് തന്ന പ്രിന്റഡ് നോട്ട്സ് തന്നതിൽ അതിന്റെ ആൻസർ കിടപ്പുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 6. The relation between velocity of light c, permeability of free space mu0 and permittivity of free space epsilon0 is. അപ്പൊ ഇതും പ്രീവിയസിൽ 2-3 തവണ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. റിലേഷൻ ബിറ്റ്വീൻ സി, സ്പീഡ് ഓഫ് ലൈറ്റ്, നമ്മുടെ ലൈറ്റിന്റെ സ്പീഡും, അതുപോലെ തന്നെ mu0 അല്ലെ, പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് mu0, പെർമിറ്റിവിറ്റി ആയിട്ടുള്ള epsilon0, ഇത് മൂന്നും കണക്ട് ചെയ്യുന്ന, ഇത് മൂന്നിനെയും കണക്ട് ചെയ്യുന്ന ആ ഇക്വേഷൻ ഏതാണെന്നാണ്. അപ്പം ഓപ്ഷനിൽ അവർ തന്നെ ആൻസർ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോ അങ്ങനെ ഓപ്ഷൻ കൊടുത്തില്ല. ഞാൻ ഡയറക്റ്റ് എഴുതാനായിട്ടാണ് കൊടുത്തത്. ഒരു നമ്മളെ കുട്ടികളെല്ലാം അതിന്റെ ആൻസർ എഴുതിയിട്ടുണ്ട്. അതിൽ സി ഇസ് ഈക്വൽ ടു 1/√mu0 epsilon0 എന്നുള്ളതാണ് കറക്റ്റ് റിലേഷൻ. അപ്പൊ ഇതാണ് സിയും പെർമിയബിലിറ്റി ആയിട്ടുള്ള mu0യും പെർമിറ്റിവിറ്റി ആയിട്ടുള്ള epsilon0യും തമ്മിലുള്ള ബന്ധം. ഇത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക. ആ ഒരു കണക്ഷൻ നമുക്ക് ആവശ്യം. അപ്പൊ ഇതും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ, ലൈറ്റ് വേവ്സ് ആർ ഡാഷ്. ഇത് എത്ര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലൈറ്റ് വേവ്സ് ആർ ഡാഷ് ഇൻ നേച്ചർ, ട്രാൻസ്വേഴ്സ് ലോഞ്ചിറ്റ്യൂഡിനൽ. ലൈറ്റ് വേവ്സ് നമുക്കറിയാം, ലൈറ്റ് വേവ്സ് എങ്ങനെയാണ് വരുന്നത് അല്ലെ. അത് ഓർത്ത് വെച്ചിരിക്കാനായിട്ട് ഞാൻ ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം. നോക്കിക്കോ, നമ്മളൊരു തെങ്ങിലൊരു കയർ കെട്ടി നമ്മൾ അടിക്കുമ്പോൾ കിട്ടുന്ന വേവ്, അതായത് തിരമാല പോലെ നമ്മൾ സാധാരണ വേവ് എന്ന് ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ വേവ് എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്ന ഒരു പിക്ചർ ഇതാണ്. ഇത് തന്നെയാണ് ലൈറ്റിന്റെ
ഇപ്പൊ ലൈറ്റ് എന്ന് പറയുന്നത് ലൈറ്റിന്റെ ഒരു ട്രാൻസ്വേഴ്സ് ആണ്. ഇങ്ങനെ പോണ വേവ് എല്ലാം ട്രാൻസ്വേഴ്സ്. അപ്പൊ ട്രാൻസ്വേഴ്സ് അല്ലാത്ത ലോഞ്ചിറ്റ്യൂഡിനലിനെ ഓർക്കാനാണ് ഞാനൊരു വഴി പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ടി വിയിലൊക്കെ ഈ വോളിയം കൂട്ടുമ്പോൾ ഇതേപോലൊരു സൈൻ ആണല്ലേ കാണിക്കുന്നത്. ഇതേപോലെ രണ്ട് സൈഡിലേക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ ബാർ ഇങ്ങനെ വലുതായി 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 വരുന്നതായിരിക്കും. ഇത് ഓർക്കുക, ഇതും വേവ് ആണ്, സൗണ്ട് വേവ് ആണ്. ഈ സൗണ്ട് വേവ്സ് ട്രാവൽ ചെയ്യുന്നത് ഇതേപോലെയൊക്കെയാണ്. ഓക്കെ, കംപ്രഷൻസ് ആൻഡ് റെഫ്രാക്ഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ +1 ഫിസിക്സിൽ അത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഓർത്ത് വെച്ചേക്കുക, സൗണ്ട് വേവ്സ് എന്താണ്, ഇതുപോലെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്. നമ്മൾ സൗണ്ട് കൂട്ടുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കുക, അത് ലോഞ്ചിറ്റ്യൂഡിനൽ ആണ്. ഇത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അപ്പൊ ലൈറ്റ് എന്ത് തരം വേവ് ആണെന്ന് ചോദിച്ചാൽ ട്രാൻസ്വേഴ്സ് വേവ് ആണ് അല്ലെ. ട്രാൻസ്വേഴ്സ് വേവ് ആണ് ലൈറ്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ. ഫോർ പ്യൂർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ഡാഷ് കറണ്ട് ഡാഷ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി ലീഡ് ചെയ്യുമോ ലാഗ് ചെയ്യുമോ എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. അപ്പോൾ നമുക്കറിയാം, സർക്യൂട്ട് നമ്മൾ AC എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് 3 സർക്യൂട്ടുകൾ പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഇൻഡക്റ്റീവ് സർക്യൂട്ട്, പ്യൂർലി കപ്പാസിറ്റീവ് സർക്യൂട്ട് ആൻഡ് റെസിസ്റ്റീവ് സർക്യൂട്ട്. 3 സർക്യൂട്ട് പഠിക്കാനുണ്ട്. ഇതിൽ ഒന്ന് ലീഡിങ്ങും ഒന്ന് ലാഗിങ്ങും ഒന്ന് ഇൻഫേസ് ആണെന്നും പഠിക്കും. അപ്പൊ അതിന് 3നെ പറ്റി ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോവാം. ഓക്കെ, അപ്പൊ അത് 3നെ പറ്റിയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. മൂന്നെന്ന് പറയുന്നത് AC എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ 3 സർക്യൂട്ടിനെ പറ്റി പഠിക്കും. തുടക്കത്തിൽ റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ. ഡിവൈസുകളൊക്കെ നമ്മൾ പഠിക്കും. ഫേസർ ഡയഗ്രാം അല്ലെ, ഫേസർ ഡയഗ്രാം എന്താണെന്നൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഡെഫിനിഷൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ആരൊക്കെ തമ്മിൽ? വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ബന്ധം കാണിച്ചു തരുന്നതാണ് ഫേസർ ഡയഗ്രാം. വോൾട്ടേജും കറണ്ടും, വോൾട്ടേജ് എവിടെ നിൽക്കുന്നു അതനുസരിച്ച് കറണ്ട് ഒപ്പം പോകുന്നോ, മുൻപിൽ പോകുന്നോ, പിറകെ പോകുന്നോ എന്ന് കാണിച്ചു തരുന്നതാണ് ഫേസർ ഡയഗ്രാം. അപ്പൊ ഫേസർ ഡയഗ്രാം 3 സർക്യൂട്ടിനുള്ളതും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ആ 3 ഇത് ഇങ്ങനെയാണ്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ക്ലാസ്സുകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. റെസിസ്റ്ററിൽ വോൾട്ടേജും കറണ്ടും ഒന്നിച്ചു പോകുന്നു. റെസിസ്റ്ററിൽ വോൾട്ടേജും കറണ്ടും ഒന്നിച്ചു പോകുന്നു, ഒന്നിച്ചാണ് അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കപ്പാസിറ്ററിലേക്ക് വരുമ്പോൾ ഓർത്തേക്കുക, കപ്പാസിറ്റർ വരുമ്പോൾ കറണ്ട് മുൻപിൽ പോവുകയാണ്. അതായത് വോൾട്ടേജിനെ കാട്ടി മുമ്പേ ഓടുകയാണ് കറണ്ട്. ഓക്കെ, ഇനി ഇൻഡക്ടറിലേക്ക് വരുമ്പോൾ കറണ്ട് പിറകെ പോവാണ്, ലാഗ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ലാഗിങ് സർക്യൂട്ട്, ലീഡിങ് സർക്യൂട്ട് എന്നൊക്കെ പേരിട്ട് വിളിക്കും. അപ്പൊ ഓർത്തേക്ക് ചെയ്ത റെസിസ്റ്ററിൽ ഒരുമിച്ചാണ് പോകുന്നത്, അത് ഇൻ ഫേസ് എന്ന് പറയപ്പെടും. ഇത് പരീക്ഷയ്ക്ക് പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. റെസിസ്റ്റർ ഓൺലിയുടെ ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. കപ്പാസിറ്റർ ഓൺലിയുടെ ചിലപ്പോൾ ചോദിക്കാം, ഇൻഡക്ടർ ഓൺലിയുടെ ചോദിക്കാം. അപ്പൊ അത് 3 പഠിച്ച് ചെയ്ത ഇൻ ഫേസ് ആണ് ആരുടെ കേസിൽ? റെസിസ്റ്ററിന്റെ കേസിൽ. കപ്പാസിറ്ററിന്റെ കേസിൽ എന്താണ്? ലീഡിങ് ആണ്. ആരെ വെച്ചിട്ടാണ് അപ്പൊ ഈ പറയുന്നത്? കറണ്ടിനെ വെച്ചിട്ടാണ് പറയുന്നത്. ലീഡിങ് ആണോ ലാഗിങ് ആണോ? കറണ്ട് മുൻപേ പോകുന്നത് ലീഡിങ് സർക്യൂട്ട്, കറണ്ട് പിറകെ പോകുന്നത് ലാഗിങ് സർക്യൂട്ട്. അതുപോലെ ഇൻഡക്ടറിൽ വരുമ്പോൾ അപ്പൊ അത് എന്തായിട്ട് മാറും? അത് ലാഗിങ് സർക്യൂട്ട് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ, ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിൽ തിരിഞ്ഞു പോകുന്നതാണ് ചിലർക്ക് പറ്റുന്ന പ്രശ്നം. ഏതാണ് ലീഡിങ്, ഏതാണ് ലാഗിങ് എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. റെസിസ്റ്റർ നമ്മൾ കൊച്ചിലെ തൊട്ടേ പഠിക്കുന്ന ഡിവൈസ് ആണ്. 10ലും +1ലും എല്ലാം പഠിച്ചു വന്ന ഡിവൈസ് ആണ്, അറിയാവുന്ന ഡിവൈസ് ആണ്. അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അവിടെ അവർ ഒരുമിച്ച് പൊക്കോളും. ഓക്കെ, വോൾട്ടേജ് കറണ്ട് അവിടെ നമ്മൾ പ്രശ്നങ്ങളുള്ളതൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. അപ്പൊ ഇൻ ഫേസ് ഒരുമിച്ച് പൊക്കോളും. കപ്പാസിറ്ററിൽ വരുമ്പോൾ നിങ്ങൾ ഈ ഡയലോഗ് ഓർത്തേക്ക്, നമ്മൾ ഒരുപാട് വട്ടം കേട്ടിട്ടുള്ള ഡയലോഗാണ്. കപ്പാസിറ്റി ഉള്ളവൻ ലീഡ് ചെയ്യും, ലീഡർ ആകും അല്ലെ. ലീഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവൻ ലീഡ് ചെയ്യും, ലീഡർ ആകും. അപ്പം കപ്പാസിറ്റർ ലീഡറുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കുക. കപ്പാസിറ്റി ലീഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവൻ ലീഡർ അല്ലെ, ലീഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവൻ ലീഡർ ആകും. ആ ഡയലോഗ് ഓർത്ത് വെച്ചേക്കുക. അപ്പോ ലീഡിങ് സർക്യൂട്ട് എന്ന് വെച്ചാൽ ഇനി തെറ്റത്തില്ല, അത് കപ്പാസിറ്റർ സർക്യൂട്ട് ആണ്. അപ്പൊ ഓർത്ത് വെച്ചേക്കുക, ഇവിടെ ഇന്ദുലേഖ എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇന്ദുലേഖ എന്ന് പറഞ്ഞാൽ ഇൻഡക്ടർ ലാഗ് ചെയ്യും. അപ്പൊ ഇൻഡക്ടർ ലാഗ് അത് കണക്ട് ചെയ്യുക. അപ്പൊ ഇന്ദുലേഖ എന്ന് ഓർത്ത് ചെയ്യുക. അപ്പൊ ഇനി നിങ്ങൾ ഈ ടോപ്പിക്ക് കേൾക്കുമ്പോൾ ഇന്ദുലേഖ എന്തായാലും ഓർമ്മ വരും. അപ്പൊ ഇന്ദുലേഖ ഇൻഡക്ടർ ലാഗിങ് സർക്യൂട്ട്. കപ്പാസിറ്റർ ലീഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവൻ ലീഡർ ആവും. അപ്പൊ കപ്പാസിറ്റർ സർക്യൂട്ട് ഈസ് ലീഡിങ് സർക്യൂട്ട്. റെസിസ്റ്റർ പ്രശ്നങ്ങളൊന്നുമില്ല, അവര് ഒരുമിച്ച് പോവും, ഇൻ ഫേസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. 9ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് റേസ് ആർ യൂസ്ഡ് ഫോർ ലാസിക് ഐ സർജറി. ലാസിക് ഐ സർജറിക്ക് ഉപയോഗിക്കുന്ന റേസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ചാപ്റ്റർ ഏതാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ നമ്മൾ കംപ്ലീറ്റ് സ്പെക്ട്രം പഠിക്കുന്നുണ്ട്. അപ്പൊ അതിൽ എല്ലാത്തിന്റെയും ഒരു മിനിമം ഉപയോഗങ്ങൾ പഠിച്ചു വെച്ചേക്കുക അല്ലെ. എന്താണ് കോഡ്, എന്തിനാണ് നമ്മൾ പഠിക്കുന്ന? സാധാരണ എല്ലാ സ്കൂളുകളിലും പറയുന്ന ഒരു കോഡുണ്ട്, RMI ലെക്സ് ജി. കോഡിനൊന്നും ഒരു പഞ്ഞമില്ല, RMI ലെക്സ് ജി. അപ്പൊ ഇതാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഇതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് കൂടിയത് ആരാണെന്ന് പഠിച്ചു വെച്ചേക്കുക. വേവ് ലെങ്ത്, ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് എത്ര ദൂരത്ത് പോയാലും നമുക്ക് റേഡിയോ കിട്ടും.
അപ്പൊ റേഡിയോ വേവ്സ് ആണ് വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ. അപ്പൊ വേവ് ലെങ്തിന്റെ ഓർഡർ ആണെങ്കിൽ, വേവ് ലെങ്ത് ലാംഡയുടെ ഓർഡർ ആണെങ്കിൽ അത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങോട്ട് പോകുന്നത്, അല്ലെ? ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്തിന്റെ ഓർഡറിൽ? ഡിക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്. അഥവാ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമുണ്ട്. ഫ്രീക്വൻസി ന്യൂ അങ്ങോട്ട് പോകുന്തോറും ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അവിടുന്ന് 2-3 ക്വസ്റ്റ്യൻ ഉള്ള വകുപ്പുണ്ട്. ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി കൂടിയത് ആരാണ്? ഗാമ റേസ്. ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് കൂടിയത് ആരാണ്? റേഡിയോ വേവ്സ്. ഏറ്റവും കുറവ് ഫ്രീക്വൻസി ഉള്ളത് ആരാണ്? അപ്പം അതും റേഡിയോ വേവ്സ്. ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉള്ളത് ആർക്കാണ്? അത് ഗാമ റേസ്. അപ്പൊ ഇതേപോലെ ഇതിന്റെ ഓർഡർ അനുസരിച്ച് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ അടുക്കിയിരിക്കുന്ന ആ സീരീസിനെ പറഞ്ഞ പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഇതിനകത്ത് ഓരോന്നിന്റെയും ഒരു യൂസ് വെച്ചെങ്കിലും പഠിച്ചു വെച്ചിരിക്കുക. നമ്മുടെ ഹാൻഡ് റിട്ടൺ നോട്ട്സിൽ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, പഠിച്ചു വെച്ചിരിക്കുക. ലാസ്റ്റ് കേസ് സർജറി ചോദിക്കാൻ കാരണം റീസെന്റ് ഇയേഴ്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റ് കേസ് സർജറി. ഓക്കെ, ഇപ്പൊ റേഡിയോ നമുക്കറിയാം. റേഡിയോ ആൻഡ് ടി കമ്മ്യൂണിക്കേഷൻ, ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണെന്ത്? റേഡിയോ വേവ്സ്. റേഡിയോ വേവ്സിൽ തന്നെയാണ് നമ്മുടെ സെല്ലുലാർ ഫോൺസിന്റെ ഉപയോഗം വരുന്നത്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് അനുസരിച്ച് സെല്ലുലാർ ഫോൺസ് ആണ്. സെല്ലുലാർ ഫോൺസിൽ ഉപയോഗിക്കുന്ന വേവ്സ് ഏതാണെന്ന് വെച്ചാൽ റേഡിയോ. ആക്ച്വലി സെല്ലുലാർ ഫോൺസിൽ ഉപയോഗിക്കുന്ന മൈക്രോവേവിന്റെ റീജിയനിലേക്ക് വരുന്നുണ്ട്. അപ്പർ ഹൈ UHF, അതായത് അപ്പർ ഹൈ ഫ്രീക്വൻസി എന്ന് പറയുന്ന റീജിയനിലാണ് സെല്ലുലാർ ഫോൺസ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് അനുസരിച്ച് അത് റേഡിയോ വേവ്സിനുള്ളിലാണ് വരുന്നത്. ഓക്കെ, മൈക്രോവേവ്. ഇപ്പൊ നമുക്കറിയാം അതിന്റെ യൂസ് അറിയാം. മൈക്രോവേവ് യൂസ് ചെയ്യുന്നത് മൈക്രോവേവ് ഓവനിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. റഡാർസിൽ യൂസ് ചെയ്യുന്നുണ്ട്. മൈക്രോവേവ് റഡാർസിൽ യൂസ് ചെയ്യുന്നുണ്ട് മൈക്രോവേവ്. അതായത് ഈ റണ്ണിങ് കോമ്പറ്റീഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് അവർ ഓടുന്ന സ്പീഡ് അളക്കാനും, അതായത് ഈ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പുകൾ, കാർ റേസിങ്ങുകൾ ഇങ്ങനെയുള്ളതൊക്കെ നടക്കുമ്പോൾ അവിടെയൊക്കെ സ്പീഡ്, നമ്മൾ ക്രിക്കറ്റുകൾ നടക്കുമ്പോൾ പന്തിന്റെ സ്പീഡ് നമ്മൾ എഴുതി കാണിക്കുന്നത്, അതെല്ലാം കണ്ടുപിടിക്കുന്നത് ഇങ്ങനത്തെ റഡാറുകൾ യൂസ് ചെയ്തിട്ടാണ്. അവിടെ യൂസ് ചെയ്യുന്നത് മൈക്രോ. ഓക്കെ, റഡാർസ്. റെഡിൽ തന്നെ ഉണ്ട്. നമുക്കറിയാം റിമോട്ട് സെൻസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് ആണ്. അതുപോലെ CCTVയിലൊക്കെ രാത്രി ചുമന്ന ഒരു ലൈറ്റ് കത്തിക്കിടക്കും. അപ്പൊ നൈറ്റ് വിഷൻ അത് വെച്ച് കണക്ട് ചെയ്തോ. നൈറ്റ് വിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? ഈ ക്വസ്റ്റിന് തന്നെ അതിന്റെ ക്വസ്റ്റ്യൻ പിന്നീട് വരുന്നുണ്ട്. നൈറ്റ് വിഷൻ ഇൻഫ്രാറെഡിലാണ്. അതേപോലെ എൽ എന്ന് പറയുന്നത് വിസിബിൾ ലൈറ്റ് ആണ്. നമുക്ക് ഹ്യൂമൻ വിഷനും ഫോട്ടോസിന്തസിസ് നടക്കാനൊക്കെ ആയിട്ട് എന്ത് ആവശ്യമുണ്ട്? വിസിബിൾ ലൈറ്റ്. ഇതൊക്കെയാണ് അതിന്റെ യൂസ്. യുവിയെ പറ്റി ചോദിച്ചിട്ടുള്ളതാണ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ഉത്തരം. ലാസിക് ഐ സർജറി ചെയ്യുന്നത് അൾട്രാ വയലറ്റ് രശ്മികൾ കൊണ്ടാണ്. അൾട്രാ വയലറ്റിന്റെ വേറെ ഒരു യൂസ് എന്ന് പറയുന്നത് വാട്ടർ പ്യൂരിഫയറുകളിൽ ആ ജേംസിനെ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതും അൾട്രാ വയലറ്റ് രശ്മികളാണ്. അൾട്രാ വയലറ്റ് അതിന് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഔട്ട് ഓഫ് ദി ടെക്സ്റ്റ് പറയുകയാണെങ്കിൽ റെസിനൊക്കെ ഹാർഡൻ ചെയ്യാനായിട്ട് അൾട്രാ വയലറ്റ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു രശ്മിയാണ് അൾട്രാ വയലറ്റ് രശ്മി. അടുത്തത് എക്സ്റേ നമുക്കറിയാം. മെഡിക്കൽ ഡയഗ്നോസിസുകൾ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് എക്സ്റേസ് ആണ്. ഗാമ റേസ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ക്യാൻസർ സെൽസിനെ ട്രീറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത് ഗാമയാണ്. അപ്പൊ ഗാമ എന്ന് പറയുന്നത് ഇതുപോലെ മെഡിക്കൽ ഫീൽഡിൽ തന്നെ ട്രീറ്റ്മെന്റിൽ ഉപയോഗിക്കുന്നതാണ്. കൂട്ടത്തിൽ ഏറ്റവും ഹാർംഫുൾ ആയിട്ടുള്ള റേയും ഗാമ റേസ് ആണ്. എല്ലാത്തിന്റെയും മിനിമം ഒരു ആപ്ലിക്കേഷൻ എങ്കിലും മനസ്സിലാക്കി വെച്ചിരിക്കുക. കുറച്ചു മുമ്പ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ പ്രൊഡക്ഷന്റെ 2 മെത്തേഡുകൾ പറഞ്ഞിരുന്നു. അതൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അതിൽ 3ാമത്തെ മെത്തേഡ് കമന്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സെൽഫ് ഇൻഡക്ഷൻ ആൻഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അത് ഡെഫിനിഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സെൽഫ് ഇൻഡക്ഷനും മ്യൂച്വൽ ഇൻഡക്ഷനും തമ്മിലുള്ള വ്യത്യാസം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഒരു കോയിലിൽ അതിൽ കൂടെ തന്നെ മാത്രം കറണ്ടിന്റെ ചേഞ്ച് കാരണം ഉണ്ടാവുന്ന, അല്ലെങ്കിൽ അതിൽ കൂടെ പോകുന്ന കറണ്ട് കാരണം മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആയി അത് കാരണം ഒരു EMF അതിൽ ഉണ്ടാകുമ്പോഴാണ് അതിനെ നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ സെൽഫ് ഇൻഡക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഒരു EMF ഉണ്ടാവും. സെൽഫ് ഇൻഡക്ഷൻ കാരണം ഉണ്ടാവുന്ന EMFന്റെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബാക്ക് EMF എന്നാണ്. അല്ലെ, വരുന്ന EMFനെ അവൻ ഓപ്പോസ് ചെയ്യുന്നുണ്ട്, ബാക്ക് EMF എന്ന് പറയും. അപ്പോ സെയിം കോയിലിൽ തന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് കാരണം പുതിയ EMF ഉണ്ടാവുന്ന പരിപാടി സെൽഫ് ഇൻഡക്ഷൻ. അപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ മ്യൂച്വൽ 2 പേരെങ്കിലും വേണം. അപ്പോ ഒരു കോയില്, ഓൾറെഡി മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോയിലുണ്ട്. ആ കോയിലിന്റെ നെയ്ബറിംഗ് ഏരിയയിൽ തന്നെ ഇരിക്കുന്ന സെക്കൻഡ് കോയിൽ, ആ കോയിലിൽ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? ഇത് ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക് ആയിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് EMF ഉണ്ടാവും. അപ്പോൾ മറ്റൊരു കോയിൽ കാരണം ഈ കോയിലിൽ EMF ഉണ്ടാവുന്നു. അതിന് പറഞ്ഞ പേരാണ്
ആ മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പൊ ഇൻഡക്ഷൻ നമുക്കറിയാം, ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ വാക്കി നമ്മൾ മനസ്സിലാക്കണം, ഡയറക്റ്റ് ടച്ച് ചെയ്യാതെ, ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാതെ ഒരു ഫിനോമിനൻ ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് ഇൻഡക്ഷൻ എന്ന് പറയുക. ഇൻഡക്ഷൻ കുക്കർ ഡയറക്റ്റ് ഹീറ്റ് ടച്ച് ചെയ്യാതെ അല്ലെ ഡയറക്റ്റ് തീ ഉപയോഗിക്കാതെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇൻഡക്ഷൻ കുക്കർ എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓർക്കാൻ വേണ്ടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ വാക്ക്. അപ്പൊ സെൽഫ് ഇൻഡക്ഷൻ സെയിം കോയിലിൽ തന്നെ പ്രൊഡക്ഷൻ ഓഫ് EMF ഇൻ ദ സെയിം കോയിൽ ഡ്യൂ ടു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. മറ്റേതാകുമ്പോൾ പ്രൊഡക്ഷൻ ഓഫ് EMF ഇൻ ദ കോയിൽ ഇൻ ദ നെയ്ബറിംഗ് കോയിൽ, അടുത്തിരിക്കുന്ന അതിന്റെ വിസിനിറ്റിയിലുള്ള കോയിലിൽ EMF ഉണ്ടാക്കുമ്പോൾ അത് മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പൊ അത് പഠിച്ചു ചെയ്യുക. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ചോക്ക് കോയിലിൽ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ ഏതാണെന്ന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ചോക്ക് കോയിൽ നമ്മളെ ഈ CFL ലാമ്പുകളിലും നമ്മൾ വീട്ടിലൊക്കെ സാധാരണ യൂസ് ചെയ്യുന്ന ട്യൂബുകളിലൊക്കെ ചോക്ക് കോയിൽ ഉപയോഗിക്കും. ആ നമ്മൾ ഉപയോഗിക്കുന്ന ട്യൂബിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു കൊച്ചു ബോക്സ് ഇരിക്കും. ആ ചോക്ക് കോയിലൊക്കെ ഉപയോഗിക്കുന്ന എന്ത് ഫിനോമിനാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് വർക്ക് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്. ഓർത്തു വെച്ചിരിക്കുക, ദാറ്റ് ഇസ് സെൽഫ് ഇൻഡക്ഷൻ. ഓക്കെ, അത് സെൽഫ് ഇൻഡക്ഷൻ ആണ്. അതുപോലെ ട്രാൻസ്ഫോർമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. ട്രാൻസ്ഫോർമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ട്രാൻസ്ഫോർമറിൽ നമുക്കറിയാം രണ്ട് കോയിലുണ്ട്, പ്രൈമറി സെക്കൻഡറി. പ്രൈമറിയും സെക്കൻഡറിയും ഉണ്ട്, രണ്ട് കോയിലുണ്ട്. പ്രൈമറിയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ച് ആണ് സെക്കൻഡറിയിൽ അഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെക്കൻഡറിയിൽ EMF ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഓർത്ത് വെച്ചിരിക്കുക, ട്രാൻസ്ഫോർമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ല, സോറി, മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് അവിടെ ഫിനോമിനായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കപ്പോൾ സെൽഫ് ഇൻഡക്ഷൻ എഴുതി വേണമെങ്കിൽ അതിന്റെ ഒരു എക്സാമ്പിൾ ചോക്ക് കോയിലും, മ്യൂച്വൽ ഇൻഡക്ഷൻ എഴുതി വേണമെങ്കിൽ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ട്രാൻസ്ഫോമറും എഴുതി വെക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ കറസ്പോണ്ടിങ് ടു വേവ് ലെങ്ത് 400 നാനോമീറ്റർ ടു 700 നാനോമീറ്റർ. പഠിച്ചു വെച്ചിരിക്കുക. വിസിബിൾ ലൈറ്റിന്റെ വേവ് ലെങ്ത്തിന്റെ റേഞ്ച് ആണ്, അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ പറഞ്ഞ എല്ലാ വേവ്സിന്റെ ഒന്നും റേഞ്ച് ഇത് നമുക്ക് പഠിക്കേണ്ട. വിസിബിൾ ലൈറ്റ് ഇതിന് മുമ്പ് 1-2 വട്ടം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വിസിബിൾ ലൈറ്റിന്റെ റേഞ്ച് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. 400 നാനോമീറ്റർ ടു 700 നാനോമീറ്റർ ആണ്, അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക വിസിബിൾ. ഓക്കെ, അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ, ലെൻസസ് ലോ ഇസ് ഇൻ അക്കോർഡൻസ് വിത്ത് കൺസർവേഷൻ ഓഫ് ഡാഷ്. ലെൻസസ് ലോ അല്ലെ, വീണ്ടും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 2 ലോ പഠിക്കാനുണ്ട്. ആ ചാപ്റ്ററിൽ ആകെ 2 ലോയെ പഠിക്കാനുള്ളൂ. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനും ലെൻസസ് ലോയും. അപ്പൊ ലെൻസസ് ലോ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുക, ഫാരഡേസ് ലോയിൽ പറഞ്ഞിരുന്ന കാര്യം എന്തായിരുന്നു? EMF എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ആർക്ക് പ്രൊപ്പോർഷണൽ ആണ്? മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ചിന്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അത് പിന്നെ ഇക്വേഷൻ ഒക്കെ ആക്കി നമ്മൾ പ്രൊപ്പോർഷണൽ മാറ്റി കോൺസ്റ്റന്റ് ഇട്ട് കൊടുക്കും, നമ്പർ ഓഫ് ടേൺസ് ഇട്ട് കൊടുക്കും. പക്ഷെ അപ്പോഴാണ് ലെൻസസ് ലോ വരുന്നത്. ലെൻസസ് ലോ അല്ലെ ലെൻസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് വന്നിട്ട് പറയുന്നത്, ഇത് ഇങ്ങനെ അല്ല, ഇതിനകത്തൊരു വ്യത്യാസമുണ്ട്. വ്യത്യാസം ഉണ്ടെന്ന് വെച്ചാൽ ഇതിലുണ്ടാകുന്ന EMF അത് ഉണ്ടാക്കിയ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യും. ഉണ്ടാക്കിയ EMF ഉണ്ടാക്കിയ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഓപ്പോസ് ചെയ്യും. ഓപ്പോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവനൊരു നെഗറ്റീവ് സൈൻ വരും. ഇതാണ് സത്യത്തിൽ ലെൻസസ് ലോ അല്ലെ. ഓപ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞതാണ് ലെൻസസ് ലോ. അതുകൊണ്ട് നെഗറ്റീവ് സൈൻ വെച്ചു കൊടുത്തത് ലെൻസസ് ലോ ആണ്. അപ്പൊ നമുക്കിവിടെ അറിയേണ്ടത് ലെൻസസ് ലോ ഏത് കൺസർവേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കൊച്ചിലോട്ട് കേൾക്കുന്ന കൺസർവേഷൻ ഓഫ് എനർജി. അപ്പൊ ഇവിടെ അത് തന്നെ ഉത്തരം. അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കും. അപ്പോ ഇതേപോലുള്ള ഒരു കോയിലേക്ക് ഞാനൊരു ഇതേപോലുള്ള ഒരു മാഗ്നറ്റ് ഞാൻ ഇതിനകത്തേക്ക് ഒരു മാഗ്നറ്റിക് പീസ് ഞാൻ ഇതിനകത്തേക്ക് കയറ്റുന്നു, ഇറക്കുന്നു. ഇത് ഒരു ഗാൽവനോമീറ്ററുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യും. അപ്പൊ ഞാൻ ഈ മാഗ്നറ്റ് ഇതിനകത്തേക്ക് കയറ്റുന്ന സമയം ഈ കോയില് ഡിഫ്ലക്ട് ചെയ്യും, അതായത് EMF ഉണ്ടായി. ഇത് ഞാൻ തിരിച്ചെടുക്കുന്ന സമയവും ഇത് ഡിഫ്ലക്ട് ചെയ്യും, അപ്പോഴും എന്തുണ്ടായി? EMF ഉണ്ടായി. അപ്പൊ ഞാൻ ഇത് അങ്ങോട്ട് കയറ്റുന്ന സമയത്ത് ഒരു റിപ്പൽഷൻ, അവിടെ ഒരു തടസ്സം ഫീൽ ചെയ്യും. ആ റിപ്പൽഷൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അത് ഈ പറഞ്ഞ ലെൻസസ് ലോ കാരണമാണ്. അതിൽ ഉണ്ടാകുന്ന EMF ഓപ്പോസ് ചെയ്യും, തടയും. ഇത് വരാതെ അല്ലെ ഇത് നടക്കാതെ നോക്കും. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ ഞാൻ തള്ളി അകത്തേക്ക് കയറ്റേണ്ടി വരും. അതുപോലെ തിരിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ വലിച്ചു പിടിച്ച് വെളിയിലേക്ക് എടുക്കേണ്ടി വരും. ഈസി ആയിട്ട് അത് നടക്കൂല. അപ്പൊ ഞാൻ അവിടെ കൊടുത്തത് എന്താണ്? മെക്കാനിക്കൽ എനർജിയാണ്. അപ്പോ മെക്കാനിക്കൽ എനർജി ചെലവാക്കിയിട്ടാണ് നമുക്ക് ഇവിടെ എന്ത് എനർജി ഉണ്ടായത്? ഇലക്ട്രിക്കൽ എനർജി ഉണ്ടായത്. അപ്പൊ ഒരു എനർജി പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇലക്ട്രിക്കൽ എനർജി നമ്മൾ ചുമ്മാ ഫ്രീ ആയിട്ട് ഉണ്ടാക്കി എടുക്കുന്നതല്ല. നമ്മൾ എന്ത് കൊടുക്കണം? മെക്കാനിക്കൽ എനർജി കൊടുക്കണം. ഇലക്ട്രിക്കൽ എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ എക്സ്പെൻസ് ഓഫ് മെക്കാനിക്കൽ എനർജി. ഇതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്? ലെൻസസ് ലോ ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. Question number 13. Name the physical quantity that can be represented using ratio of amplitudes of electric field to magnetic field in electromagnetic wave. ഒരുപാട് കുട്ടികൾ ഉത്തരം എഴുതാതിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റി, അതായത് ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, ഇവർ തമ്മിലുള്ള റേഷ്യോയെ ഡിനോട്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഏതാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ അവിടെ അധികം ഒരുപാടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല.
ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഒരു ഇക്വേഷൻ പഠിക്കും. ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, ഇവരെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ E/B=C. ഈ ഇക്വേഷൻ അറിയാവുന്നവർക്ക് അവിടെ ഉത്തരം എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ആംപ്ലിറ്റ്യൂഡ്സിന്റെ റേഷ്യോ എന്ന് പറഞ്ഞത് ആരാണ്? സി ആണ്. വെറും സി അല്ല. സി എന്താണ് സാധനം? അത് ലൈറ്റിന്റെ സ്പീഡാണ് അല്ലെ, വെലോസിറ്റി ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ വെലോസിറ്റി 3 × 10⁻⁸ മീറ്റർ/സെക്കൻഡ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ. ഓക്കെ, ഇതാണ് അവിടെ സി. ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഏതാണെന്ന് വെച്ചാൽ അത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. അപ്പൊ ഇതുപോലെ നമ്മൾ സ്പീഡ് ഓഫ് ലൈറ്റിന് തൊട്ട് മുമ്പ് കണ്ട ഇക്വേഷൻ ഉണ്ടായിരുന്നു, ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. 1/√μ0ε0. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഓർത്ത് വെച്ചിരിക്കുക. ഇത് രണ്ടും പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 14. ക്രിട്ടിക്കൽ ആംഗിൾ ഡിപെൻഡ്സ് അപ്പോൺ കളർ ഓഫ് ലൈറ്റ്, ട്രൂ ഓർ ഫോൾസ്. പഠിച്ചു വെച്ചിരിക്കുക. ക്രിട്ടിക്കൽ ആംഗിൾ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് ഞാനൊന്ന് പറയാം, ബ്രീഫായിട്ട് പറയാം. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുക ആദ്യം. നമ്മൾ സാധാരണ ഒരു ഇന്റർഫേസ് വരച്ചാൽ ഒരു നോർമൽ ഉണ്ടാവും. ഒരു ലൈറ്റ് നമ്മൾ ഇതേപോലെ അടിക്കുന്നു. ഇവിടെ ഉണ്ടായ ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കഴിഞ്ഞിട്ട് ഇത് റിഫ്രാക്ട് ചെയ്യും അല്ലെ. ഡെൻസർ മീഡിയം, വയറൽ മീഡിയം ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, എല്ലാതും അറിയാവുന്നവരാണ്. അതെല്ലാം പഠിച്ചിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ നമുക്കറിയാം. ഇവിടെ ഒരു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഉണ്ടാവും. ഞാനിത് ഇനിയും കൂട്ടിയാൽ, ഞാനിപ്പോ ഇത്രയാക്കി, ഇനിയും കൂട്ടിയാൽ ഇവിടെ ഇനിയും കൂടും. ഇനിയും കൂട്ടിയാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇതുവഴി അങ്ങ് പോകും. അതായത് അവിടെ ഉണ്ടായ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോ ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് IC അഥവാ ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പൊ വാട്ട് ഈസ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് ചോദിച്ചാൽ, ക്രിട്ടിക്കൽ ആംഗിൾ ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് 90 ഡിഗ്രി. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസിന്റെ പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പൊ ഇനിയും ഞാൻ വിട്ടുകഴിഞ്ഞാൽ ഇത് തിരിച്ചു പോകും. അപ്പൊ ടോട്ടൽ എണ്ണം റിഫ്ലക്ഷൻ ആയി. അടുത്ത ടോപ്പിക്കായി. നമുക്കിവിടെ വേണ്ടത് ക്രിട്ടിക്കൽ ആംഗിൾ ആരെ ഡിപ്പെൻഡ് ചെയ്യുമോ ഇല്ല എന്നുള്ള, വേവ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുമോ ഇല്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഡിപ്പെൻഡ് ചെയ്യും. അത് പഠിച്ചു വെച്ചിരിക്കുക. കളർ അനുസരിച്ച് ഈ ക്രിട്ടിക്കൽ ആംഗിൾ മാറിക്കൊണ്ടിരിക്കും. റെഡ്, വയലറ്റ്, അതിനൊക്കെ കളറുകൾ മാറിക്കൊണ്ടിരിക്കും. കളർ മാറുമ്പോൾ ആര് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്? വേവ് ലെങ്ത് മാറുന്നുണ്ട്. കളർ മാറുമ്പോൾ മാറുന്ന മെയിൻ ക്വാണ്ടിറ്റി എന്താണെന്ന് വെച്ചാൽ വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് മാറിക്കഴിഞ്ഞാൽ ആര് മാറും? തീർച്ചയായിട്ടും ക്രിട്ടിക്കൽ ആംഗിൾ മാറും. അപ്പൊ ക്രിട്ടിക്കൽ ആംഗിൾ വേവ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ ട്രൂ ആണ് അവിടെ വരുന്നത്. അടുത്ത സെക്ഷൻ, അടുത്ത പാർട്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15. ട്രാൻസ്ഫോമറിനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസ്ഫോമർ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ട്രാൻസ്ഫോമർ. നമ്മുടെ വീട്ടിലൊക്കെ ചാർജറിനകത്തും ടിവിക്കകത്തും റേഡിയോക്കകത്തും എല്ലാത്തിനകത്തും ഉള്ള ഒരു ഡിവൈസ് ആണ് ട്രാൻസ്ഫോമർ. അപ്പൊ ഈ ട്രാൻസ്ഫോമറിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്റെ പാർട്ട് 1 ചോദിച്ചിരിക്കുന്നത് DC ഉപയോഗിച്ച് നമുക്ക് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യിക്കാൻ പറ്റില്ല. ഓക്കെ, അത് എന്തുകൊണ്ടാണ്? ശരിയാണോ തെറ്റാണോ? എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. DC നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ നോക്കുക, ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഡിവൈസ് AC-യിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഞാനിപ്പോ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു ബൾബ് കണക്ട് ചെയ്യുന്നുണ്ട്. AC-യിൽ വർക്ക് ചെയ്യുന്ന ഒരു ബൾബ് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ കണക്ട് ചെയ്തേക്കുന്ന ബൾബ് AC സപ്ലൈ ഞാൻ കൊടുത്താൽ അവിടെ കത്തും. തീർച്ചയായിട്ടും അത് അവിടെ കത്തും. അപ്പൊ കത്തുന്നുണ്ട്. കാരണം AC ആൾട്ടർനേറ്റിംഗ് ആണ്, മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സും മാറിക്കൊണ്ടിരിക്കും. അപ്പം മാറിക്കൊണ്ടിരിക്കുന്ന കറണ്ട് കൊടുത്താൽ മാറിക്കൊണ്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ്, ദാറ്റ് ഈസ് ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ കാരണം അടുത്തിരിക്കുന്ന കോയിലിലും EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അപ്പൊ ഇവിടെ EMF ഉണ്ടാവും. അതിനകത്തിരിക്കുന്ന ഡിവൈസ് ഏതാണോ അത് വർക്ക് ചെയ്യും. ഓക്കെ, അതിൽ കൂടെ കറണ്ട് ഒഴുകും, എല്ലാം വർക്ക് ചെയ്യും. ഓക്കെ, ഇൻ കേസ് ഞാൻ ഇത് മാറ്റി ഇവിടെ ഞാനൊരു DC ബാറ്ററി കണക്ട് ചെയ്തെന്ന് വിചാരിക്കാം. ഒരു DC ബാറ്ററി കണക്ട് ചെയ്തെന്ന് വിചാരിക്കുക. DC ദാറ്റ് മീൻസ് ഡയറക്റ്റ് കറണ്ട്. DCയുടെ ഗ്രാഫ് നമുക്കറിയാം. വോൾട്ടേജ് ആണെങ്കിലും കറണ്ട് ആണെങ്കിലും ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്. അവിടെ ചേഞ്ചിങ് ആയിട്ടൊന്നുമില്ല. അപ്പൊ അവിടെ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവില്ല. ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടായില്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ടാവില്ല. ഈ ബൾബ് ഇവിടെ കത്തില്ല. ഓർത്ത് വെച്ചിരിക്കുക. DC-യിൽ എന്ത് വർക്ക് ചെയ്യില്ല? ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ ഡിവൈസ് വർക്ക് ചെയ്യില്ല. റീസൺ, AC-യിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. ആൾട്ടർനേറ്റിംഗ് കറണ്ട് ക്യാൻ പ്രൊഡ്യൂസ് ആൾട്ടർനേറ്റിംഗ് ഓർ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ്. ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് ഓൺലി ക്യാൻ ഇൻഡ്യൂസ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ് AC-യിൽ എന്ത് നടക്കുന്നത്? മ്യൂച്വൽ ഇൻഡക്ഷൻ. DC-യിൽ അങ്ങനെ ഒരു പരിപാടി ഇല്ല. DC-യിൽ ഡയറക്റ്റ് കറണ്ട് ആണ്. അവിടെ ചേഞ്ചിങ് ആയിട്ടൊന്നുമില്ല, കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് എന്തില്ല? മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഇല്ല, മ്യൂച്വൽ ഇൻഡക്ഷനും ഇല്ല. ട്രാൻസ്ഫോമർ തീർച്ചയായിട്ടും DC-യിൽ വർക്ക് ചെയ്യില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സോഫ്റ്റ് ആൻഡ് കോർ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ട്രാൻസ്ഫോമറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട അടുത്ത ടോപ്പിക് ലോസസ് ആണ്. ട്രാൻസ്ഫോമറിൽ പലതരം ലോസസ് ഉണ്ട്. ഇനി വരുന്ന ക്വസ്റ്റ്യനിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. തൽക്കാലം നമുക്ക് ഒരു ലോസിനെ പറ്റി മാത്രം പറയാം. ട്രാൻസ്ഫോമറിന്റെ കോർ അല്ലെ, ട്രാൻസ്ഫോമറിന്റെ കോർ എന്ന് പറയുന്നത് ഈ വൈൻഡിങ് ചുറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്തിനാണ് ട്രാൻസ്ഫോമറിന്റെ കോർ എന്ന് പറയുന്നത്.
ഈ കോറിനകത്ത് സോഫ്റ്റ് അയൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതിനുള്ള ഗുണം എന്താണെന്നാണ്. സോഫ്റ്റ് അയൺ എന്നൊരു ക്വസ്റ്റ്യൻ, അത് എന്തിന് എന്നൊരു ക്വസ്റ്റ്യൻ എവിടെ കണ്ടാലും നമുക്ക് ഉത്തരം എഴുതാം. ലോ ഹിസ്റ്റീരിസിസ് ആണ്. ഹിസ്റ്റീരിസിസ് ലോസ് വളരെ കുറഞ്ഞ ഒരു മെറ്റീരിയൽ ആണ് സോഫ്റ്റ് അയൺ കോർ. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്, എന്തിനെ പറ്റിയാണെന്നൊന്നും നോക്കണ്ട. സോഫ്റ്റ് അയൺ കോർ യൂസ് ചെയ്യുന്നു, അത് എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രണ്ട് ആൻസറേ ഉള്ളൂ. ലോ ഹിസ്റ്റീരിസിസ് ലോസും ഹൈ പെർമിയബിലിറ്റിയും. ഈ പ്രോപ്പർട്ടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ലോ ഹിസ്റ്റീരിസിസ് ലോസും ഹൈ പെർമിയബിലിറ്റിയും ആണ് സോഫ്റ്റ് അയൺ കോർ യൂസ് ചെയ്യാനുള്ള കാരണം. ഹിസ്റ്റീരിസിസ് ലോസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ ട്രാൻസ്ഫോമർ ഓൺ ആവും, അവിടെ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട്. അപ്പൊ ഈ കോർ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും, ചെറിയൊരു മാഗ്നറ്റിസം ഉണ്ടാവും. സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഡീമാഗ്നറ്റൈസ് ചെയ്യും. സ്വിച്ച് ഇടുമ്പോൾ മാഗ്നറ്റൈസ് ചെയ്യുന്നു, സ്വിച്ച് ഓഫ് ആകുമ്പോൾ ഡീമാഗ്നറ്റൈസ് ചെയ്യുന്നു. ഇങ്ങനെ മാഗ്നറ്റൈസേഷൻ ഡീമാഗ്നറ്റൈസേഷൻ, ഇതിനിടയ്ക്ക് നമുക്ക് കുറെ എനർജി ചൂടായിട്ട് ലോസ് ആയി പോകും. അതിനാണ് ഹിസ്റ്റീരിസിസ് ലോസ് എന്ന് പറയുന്നത്. ആ ടൈപ്പ് ലോസ് ഓരോ സൈക്കിളിനും സോഫ്റ്റ് അയൺ കോറിനും വളരെ കുറവാണെന്ന് എക്സ്പെരിമെന്റലി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏറ്റവും കുറവ് ഏരിയ നമ്മൾ അത് പഠിക്കുന്നുണ്ട്. ഏരിയ ഭയങ്കര കുറഞ്ഞ ഒരു ഹിസ്റ്റീരിസിസ് ഗ്രാഫ് ആണ് ആർക്കുള്ളത്, സോഫ്റ്റ് അയൺ കോറിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സോഫ്റ്റ് അയൺ കോർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓർത്ത് വെച്ചിരിക്കുക, സോഫ്റ്റ് അയൺ കോറിന്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ലോ ഹിസ്റ്റീരിസിസ് ലോസും ഹൈ പെർമിയബിലിറ്റിയും ആണ്. ഓക്കെ. Question number 16. Match the following: radio waves, night vision camera, UV rays, cellular phones, microwave water purifier, infrared radar, destroy cancer cells എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ ഓൾറെഡി ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ കംപ്ലീറ്റ് യൂസസും നമ്മൾ പറഞ്ഞിരുന്നു. കുറച്ചു മുമ്പ് നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. നിങ്ങൾ അത് ഓർമ്മയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ മാച്ച് ദ ഫോളോയിങ് ഒന്ന് കറക്റ്റ് ആക്കാനായിട്ട് നോക്കുക. കറക്റ്റ് ആയി കിട്ടിയെങ്കിൽ കമന്റിൽ തീർച്ചയായിട്ടും യെസ് എന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ റേഡിയോ വേവ്സ് ഈ കൂട്ടത്തിൽ ഏതുമായിട്ട് വരും? UV റേസിന്റെ ആപ്ലിക്കേഷൻ ഇതിലുണ്ട്, മൈക്രോവേവിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. കറക്റ്റ് ആയിട്ട് മാച്ച് കിട്ടുന്നവർ ഉറപ്പായിട്ടും യെസ് എന്ന് കമന്റ് ചെയ്യുക. കിട്ടാഞ്ഞവര് വിഷമിക്കേണ്ട, വീഡിയോ ഒന്ന് ബാക്ക് പോയിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ആപ്ലിക്കേഷൻ ഒന്നുകൂടെ കണ്ടിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ചെയ്തു നോക്കുക, നിങ്ങൾ മറക്കില്ല. ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 17. സ്കെച്ച് ദ വേവ് ഫ്രണ്ട് കറസ്പോണ്ടിങ് ടു ദ ഗിവൺ സോഴ്സസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ട ടോപ്പിക് ആണ് വേവ് ഫ്രണ്ട്. ഓക്കെ. വേവ് ഫ്രണ്ട്, ടൈപ്സ് ഓഫ് വേവ് ഫ്രണ്ട് തീർച്ചയായിട്ടും പഠിച്ചിരിക്കുക. വേവ് ഫ്രണ്ട് 3 ടൈപ്പേ ഉള്ളൂ. ആർക്കും പെട്ടെന്ന് പഠിച്ചെടുക്കാം, വളരെ സിമ്പിൾ ആണ്. ആർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് വേവ് ഫ്രണ്ട്. നോക്കുക, ഒന്നാമത്തത് പോയിന്റ് സോഴ്സ് ആണെങ്കിൽ അതിന് ചുറ്റും ഈക്വൽ ആയിട്ട് നമ്മളൊരു കല്ലെടുത്ത് ഒരു കുളത്തിൽ ഇടുന്നത് പോലെ ആലോചിച്ചാൽ മതി. ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ ഈക്വൽ ആയിട്ട് അതിന് ചുറ്റും സർക്കിൾസ് ഉണ്ടാവും. അപ്പം ഒന്നാമത്തെ ടൈപ്പ് വേവ് ഫ്രണ്ട് എന്താണ്? സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആണ്. ടൈപ്സ് ഓഫ് വേവ് ഫ്രണ്ടിൽ ഒന്നാമത്തത് സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആണ്. അവിടെ നമ്മൾ പഠിക്കുന്നത് പോയിന്റ് സോഴ്സ് എന്ന് പഠിച്ചു വെച്ചേക്കുക. ഇത് മാത്രം പഠിച്ചാൽ മതി. ഷേപ്പ് മാത്രം പഠിക്കുക. അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതാണ് ഒറ്റ പോയിന്റ് ആണ്. ഒറ്റ പോയിന്റിലെ സോഴ്സ് ആണ് പോയിന്റ് സോഴ്സ്. അപ്പൊ പോയിന്റ് സോഴ്സ് ആണെങ്കിൽ ഉണ്ടാകുന്ന വേവ് ഫ്രണ്ടിന്റെ പേര് സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആണ്. ഓക്കെ. രണ്ടാമത്തത്, ഈ പോയിന്റ് സോഴ്സ് തന്നെ നമ്മൾ എടുത്ത് പറക്കി അടുക്കി വെച്ചേക്കുവാണ് ഒരു വയറിനകത്ത്. ഒരു നീളമുള്ള വയറിനകത്ത് പറക്കി അടുക്കി വെച്ചാൽ ഇതേപോലെ കുറെ സർക്കിൾസ് അവിടെ ഉണ്ടാവും, അല്ലെ? കുറെ സർക്കിൾസ് ഉണ്ടാവും. അതിന്റെ കൂടെ അതെല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് ഷേപ്പ് കിട്ടും? സിലിണ്ടറിക്കൽ ഷേപ്പ് കിട്ടും. സിലിണ്ടറിക്കൽ ഷേപ്പ്, സിലിണ്ടർ. അപ്പൊ സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആണ് രണ്ടാമത്തെ ടൈപ്പ്. അവിടുത്തെ സോഴ്സ് എങ്ങനെ ഇരിക്കുമെന്ന് വെച്ചാൽ ലീനിയർ സോഴ്സ് ആണ്. ലീനിയർ സോഴ്സ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ടൈപ്സ് ഓഫ് വേവ് ഫ്രണ്ട് ചോദിച്ചാലും എഴുതാം, ഇപ്പൊ ഈ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ഉത്തരവും എഴുതാം. കാരണം സിലിണ്ടറിക്കൽ ലീനിയർ സോഴ്സ് ആണെങ്കിൽ സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് കിട്ടും, പോയിന്റ് സോഴ്സ് ആണെങ്കിൽ സ്പെറിക്കൽ വേവ് ഫ്രണ്ട് കിട്ടും. ഇനി ഒന്നുകൂടെ ഉണ്ട്, സോഴ്സ് അറ്റ് ഇൻഫിനിറ്റി. ദൂരെ എവിടെയോ ഇരിക്കുന്ന സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വേവ് ഫ്രണ്ട് പ്ലെയിൻ വേവ് ഫ്രണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വേവ് ഫ്രണ്ട് പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ് കേട്ടോ. ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട്. ഇത് പഠിപ്പിച്ചേക്കുക. സോഴ്സ് അറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ്. സോഴ്സ് ലീനിയർ ആണെങ്കിൽ സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആണ്. പോയിന്റ് സോഴ്സ് ആണെങ്കിൽ സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആണ്. അപ്പൊ ടൈപ്സ് ഓഫ് വേവ് ഫ്രണ്ട് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 18. State Faraday's law of electromagnetic induction. What is the importance of Lenz's law? നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫാരഡേസ് ലോ എല്ലാ വർഷവും വരുന്ന ക്വസ്റ്റ്യൻസിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ആകെ നമുക്ക് 2 ലോയെ പഠിക്കാനുള്ളൂ. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഫാരഡേസ് ലോയിൽ ഓർക്കുക, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ EMF ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സിന്. അപ്പം അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. The EMF induced is directly proportional to rate of change of magnetic flux. നമ്മുടെ ആൻസർ കീയിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റും എല്ലാം ഉണ്ട്, വെച്ച് പഠിക്കുക. ലെൻസസ് ലോയുടെ ഇമ്പോർട്ടൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഓപ്പോസ് ചെയ്യുന്നു, ഈ ഉണ്ടായ EMF ഓപ്പോസ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിച്ചത് ലെൻസ് ആണ്. അതുകൊണ്ട് തന്നെ
ലെൻസസ് ലോ ഇസ് ഇൻ അക്കോർഡൻസ് വിത്ത് കൺസർവേഷൻ ഓഫ് എനർജി എന്നും പഠിച്ചിരുന്നു. അപ്പൊ അത് രണ്ടുമാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അത് തന്നെ മതി. അത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന തന്നെ നോക്കിയാൽ മതി. നമ്മുടെ ആൻസർ കീയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടും ഉണ്ട്. അടുത്ത ക്വസ്റ്റിനിലേക്ക് ഞാൻ നേരെ പോവാണ്. എക്സ്പ്ലെയിൻ കൊഹറന്റ് സോഴ്സസ് വൈ ടു ഇൻഡിപെൻഡന്റ് സോഴ്സസ് കാനോട്ട് ബി കൊഹറന്റ്. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് വട്ടം ചോദിച്ച ടോപ്പിക്കാണ് കൊഹറൻസ്. എന്താണ് കൊഹറന്റ് സോഴ്സ് എന്ന് പഠിച്ചു വെച്ചേക്കുക. വാക്ക് നമുക്ക് പുതിയതാണ്. കൊഹറന്റ്. കൊഹറന്റ് എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ ഈക്വൽ ആയിട്ട് വരുന്ന രണ്ട് സോഴ്സുകളെ വിളിക്കുന്ന പേരാണ് കൊഹറന്റ്. കൊഹറന്റ് സോഴ്സസ് എന്ന് പറയണമെങ്കിൽ ഈ പറയുന്ന ഞാൻ ഇനി പറയാൻ പോണ കാര്യങ്ങൾ സെയിം ആയിരിക്കണം. അവിടെ രണ്ട് സോഴ്സ് ഉണ്ടെന്ന് ആലോചിക്കുക. രണ്ട് സോഴ്സ്, രണ്ട് ബൾബുകൾ ഉണ്ടെന്ന് ആലോചിക്കുക. ഈ രണ്ട് ബൾബ് കൊഹറന്റ് ആവണമെങ്കിൽ ഇവന്മാർ രണ്ടുപേരും പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റിന് സെയിം ആംപ്ലിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. ഫ്രീക്വൻസി ഉണ്ടായിരിക്കണം. ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി അല്ലെ, സെയിം ആംപ്ലിറ്റ്യൂഡ്, സെയിം ഫ്രീക്വൻസി, അതുപോലെ സെയിം ഫേസ്. ഫേസ് അല്ല, ഫേസ്. നമ്മളെ ആംഗുലാർ നൊട്ടേഷനിൽ വരുന്നതാണ് ഫേസ്. അപ്പൊ ഫേസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ സെയിം ഫേസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ഉണ്ടായിരിക്കണം. കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്താവും? സോഴ്സ് എന്തായി? കൊഹറന്റ് ആയി. അപ്പം ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. ഒരു വേവ് ഉണ്ട്. ഈ വേവിന്റെ ഇത് അടുത്ത വേവ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഈ വേവിന്റെ ഒരു പോയിന്റ് മുതൽ അത് അടുത്ത വേവിന്റെ അതേ പോയിന്റുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേര് അത് വേവ് ലെങ്ത് ആണ്. ഓക്കെ, ഒരു പോയിന്റില് ഈ വേവിൽ ഈ പോയിന്റ് ആണ് എടുക്കുന്നതെങ്കിൽ അടുത്ത വേല ഈ പോയിന്റ് എടുക്കുക, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുക്കുക, അത് എന്ത് തന്നെ വേവ് ലെങ്ത് ആണ്. അപ്പൊ അതാണ് വേവ് ലെങ്ത്. മാക്സിമം ഈ പൊങ്ങി പോയേക്കുന്നതിന്റെ പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ഒരു വേവിലുണ്ടായ മാക്സിമം പോക്ക്, മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ഒരു സെക്കൻഡിൽ എത്ര വേവ്സ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പോകും? ഒരു സെക്കൻഡില് ഇതാണ് ഒരു കംപ്ലീറ്റ് വേവ്. അത് എത്ര എണ്ണം ഒരു സെക്കൻഡിൽ കവർ ആയി പോകുന്നുണ്ടെന്നുള്ളതാണ് ഫ്രീക്വൻസി. ഒരു ഫുൾ വേവ് പാസ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെ വിളിച്ച പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടൈം പീരീഡ്. ഇനി ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ആംഗുലാർ ഫേസർ ഡയഗ്രാം വരച്ചപ്പോ പറഞ്ഞിരുന്നു ആംഗുലാർ ഡിപെൻഡൻസ് ആണ്. ഇങ്ങനെ കറങ്ങി മൂവ് ചെയ്യുന്ന ഒരു ഡിനോമിനേഷൻ ആണ്. അതായത് ഇവിടെ ആംഗുലാർ നൊട്ടേഷൻസ് ആണ്, ആംഗിളിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പം വോൾട്ടേജ് 90 ഡിഗ്രിയിൽ എത്തുമ്പോൾ കറണ്ടും മാക്സിമം 90 ഡിഗ്രിയിൽ എത്തും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതാണ് ഫേസ്. ആ ഫേസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ആയിരിക്കണം. അതായത് ഇവർ ഇപ്പൊ ഈ പോണ വേവും തമ്മിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരേ കണക്കാണ്. ഫേസ് എല്ലാം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഫേസ് സെയിം ആണ്, ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്, എല്ലാം സെയിം ആണ്. ചിലപ്പോ ഇങ്ങനെ ആയിരിക്കില്ല, ഇങ്ങനെ പോയിട്ട് ഒരു ഇച്ചിരി ഷിഫ്റ്റ് ഉണ്ടായിട്ട് പോകും. അതായത് ഇവർ തമ്മിൽ എപ്പോഴും നോക്കിയാലും ഒരു ആംഗിളിന്റെ ഡിഫറൻസ് ഉണ്ടാകും, ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടാകും. അതായത് 30 ഡിഗ്രി ആണെങ്കിൽ എല്ലാ സ്ഥലത്തും അത് 30 ഡിഗ്രി ആയിരിക്കണം എന്നേ ഉള്ളൂ. സെയിം ഫേസ് വരണമെന്നില്ല, ഡിഫറൻസ് ഉണ്ടാവാം. പക്ഷെ ആ ഡിഫറൻസ് എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ മാത്രം സോഴ്സിന് എന്ന് പറയാം കൊഹറന്റ് സോഴ്സ് എന്ന് പറയാം. അൺഫോർച്ചുനേറ്റ്ലി ടു ഇൻഡിപെൻഡന്റ് സോഴ്സസ് കാനോട്ട് ബി കൊഹറന്റ്. ഒരിക്കലും രണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ബൾബുകൾക്ക് എന്താവാൻ പറ്റില്ല? കൊഹറന്റ് ആവാനായിട്ട് പറ്റില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആംപ്ലിറ്റ്യൂഡ് സെയിം ആവാം, ഫ്രീക്വൻസി സെയിം ആവാം, പക്ഷെ ഒരിക്കലും എന്ത് കിട്ടില്ല? സെയിം ഫേസ് അഥവാ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് കിട്ടില്ല. അപ്പൊ ടു വേവ്സ് കാനോട്ട് ബി കൊഹറന്റ്, ടു ഇൻഡിപെൻഡന്റ് സോഴ്സസ് കാനോട്ട് ബി കൊഹറന്റ് ബിക്കോസ് their amplitude may be same, their frequency may be same, but they cannot be of same phase or constant phase difference. അപ്പൊ ഈ മൂന്നാമത്തെ ക്വാണ്ടിറ്റി, മൂന്നാമത്തെ കണ്ടീഷൻ അതെന്താവില്ല, അത് കറക്റ്റ് ആവില്ല. അതുകൊണ്ട് തന്നെ രണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രണ്ട് ബൾബുകൾക്കോ സോഴ്സുകൾക്കോ കൊഹറന്റ് ആവാനായിട്ട് പറ്റില്ല. ഓക്കെ, പിന്നെ അത് പറ്റുമെന്ന് വെച്ചിട്ട് ഒരു എക്സ്പെരിമെന്റ് ഒക്കെ പഠിക്കുന്നുണ്ട്. നമ്മൾ വേവ് ഒപ്റ്റിക്സിൽ യങ്സ് ഡബിൾ സിറ്റി എക്സ്പെരിമെന്റ് പഠിക്കുന്നുണ്ട്. പുള്ളി ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്തു. ഒരു സോഴ്സ് എടുത്ത് വെച്ചു, ഒരു കാർഡ്ബോർഡ് പീസ് കൊണ്ട് മറച്ചു, രണ്ട് ഓട്ടായിട്ട് കൊടുത്തു, അവിടെ രണ്ട് സോഴ്സ് ഉണ്ടായി. അതിനകത്ത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സെയിം ആയിരിക്കും, അവർ കൊഹറന്റ് സോഴ്സസ് ആയിരിക്കും. ഓക്കെ, നേരെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 20. A light bulb is rated 60 watts for 230 volt supply. Calculate the resistance of the bulb. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. 2 മാർക്കിന് ശേഷമുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. നമ്മൾ ബൾബ് അല്ലെങ്കിൽ നമ്മൾ ഓരോ ഡിവൈസുകൾ എടുക്കുമ്പോൾ ഹോം തിയേറ്റർ ആയാലും ബൾബ് ആയാലും സ്പീക്കേഴ്സ് ആയാലും എല്ലാം വാട്ട്സ് റേറ്റിംഗ് ഉണ്ടാവും. വാട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ആണ് അല്ലെ? പവർ എന്ന് വെച്ചാൽ ഇലക്ട്രിക്കലി വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്നാണ്. ഓക്കെ, പവറിനെ പറ്റി സിമ്പിൾ ആയിട്ടൊന്ന് പറയാം. ഒരു അയൺ ബോക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ അയൺ ബോക്സ് വർക്ക് ചെയ്യുന്നത് 230 വാട്ട്സിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, 230 വാട്ട്സിൽ. നമ്മൾ ഹൗസ് ഹോൾഡ് സപ്ലൈക്ക് എല്ലാം 230 വോൾട്ട് ആണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പൊ 230 വോൾട്ട് ആണ് അതിലേക്ക് കൊടുക്കുന്നത്, നമ്മൾ ആ ഉപകരണത്തിലേക്ക്, ആ അയൺ ബോക്സിലേക്ക് കൊടുക്കുന്നത്. ഇത് 1 ആംപിയർ കറണ്ട് ആണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ വാട്ട്സ് എന്ത് വരുന്നത്?
230 വാട്ട്സ്. അപ്പൊ ഇനി നമ്മൾ വാട്ട്സ് കേൾക്കുമ്പോൾ ആലോചിക്കണം, അതെടുക്കുന്ന വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ചെയ്യുമ്പോൾ അതിന്റെ ഏകദേശം പവർ ഫാക്ടർ ഇവിടെ ഞാൻ കൺസിഡർ ചെയ്തിട്ടില്ല, ഏകദേശം അതിന്റെ വാട്ട്സ് കിട്ടും. നമ്മുടെ ചാർജർ ഒരു 20 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ടെന്ന് വിചാരിക്കുക. 20 വാട്ട്സ് ഫാസ്റ്റ് ചാർജറിൽ ആ 20 വാട്ട്സ് എങ്ങനെ ഉണ്ടായി എന്ന് ആലോചിക്കുക. 5 വോൾട്ട് ആണ് സാധാരണ ഒരു ചാർജറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്, 5 വോൾട്ട്. ആ 5 വോൾട്ടില് 4 ആംപിയർ സപ്ലൈയിൽ കൊടുക്കുമ്പോഴാണ് സാധാരണയായിട്ട് എത്ര കിട്ടുന്നത്? ചിലപ്പോൾ 3 പോയിന്റ് ഒക്കെ ആയിരിക്കാം. ഒരു 5 വോൾട്ടും 4 ആംപിയറും അങ്ങനെ വരുമ്പോഴാണ് അതെന്തായിട്ട് മാറുന്നത്? 20 വാട്ട്സ് ആയിട്ട് മാറുന്നത്. അതായത് സിംപ്ലി പറഞ്ഞാൽ ഇലക്ട്രിക്കലി പവർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു അതിനെടുക്കാൻ പറ്റുന്ന കറണ്ട് എന്നാണ്. വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. അപ്പം ഇതാണ് പവറിന്റെ ഇക്വേഷൻ. നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 60 വാട്ട്സ് ആണ് പവർ, അല്ലെ? എത്ര വോൾട്ട് സപ്ലൈ കൊടുക്കുന്നുണ്ട്? 230 വോൾട്ട് സപ്ലൈ കൊടുക്കുന്നുണ്ട്. നമ്മളതിൽ ആരില്ല, നമുക്ക് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പക്ഷെ ഉള്ളത് ആരാണെന്ന് നോക്കി, ഐ ആണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് നമുക്ക് ഐ കിട്ടും. പിന്നെ അവിടെ നിന്ന് നമ്മൾ ആറ് കണ്ടുപിടിക്കാനായിട്ട് ഓംസ് ലോ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. വി ഐ എന്നുള്ളതിനെ ഓംസ് ലോയിൽ നിന്ന് കിട്ടുന്ന ഇക്വേഷൻ വി ഈക്വൽ ടു ഐ ആർ ആണ്. അതിൽ നിന്ന് നമുക്ക് ഐ ഒന്ന് റീപ്ലേസ് ചെയ്യാം. ഐ എ വി ബൈ ആർ എന്ന് കിട്ടും. ആ ഐ എ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം വി ഇൻറ്റു വി ബൈ ആർ എന്നാവും. വി സ്ക്വയർ ബൈ ആർ എന്ന് കിട്ടും. ഇതിനകത്ത് നിന്ന് നമുക്ക് ആറ് സോർട്ട് ഔട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ 60 ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ആറ് മുകളിൽ വരട്ടെ, 60 താഴെ പോട്ടെ. അപ്പൊ ആർ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 60. വി സ്ക്വയർ എന്ന് പറയുമ്പോൾ 230 ആണ് വോൾട്ടേജ്, അതിന്റെ സ്ക്വയർ ബൈ 60. ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. 881.6 ഓംസ് എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ അതിലെ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പവറുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 21. ഒപ്റ്റിക്കൽ ഫൈബർ മേക്ക് യൂസ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ്. ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്ന സംഭവം വർക്ക് ചെയ്യുന്നത് എന്തിന്റെ പ്രിൻസിപ്പിൾ ആണ്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ പ്രിൻസിപ്പിൾ പഠിക്കുന്ന എല്ലാ ടോപ്പിക്കും നല്ലോണം മനസ്സിലാക്കി വെച്ചിരിക്കുക. ഏതെങ്കിലും ചാപ്റ്ററിൽ ആപ്ലിക്കേഷൻസ് ഒരു ഹെഡിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പഠിക്കുക. അത് എന്തിന്റെ ആപ്ലിക്കേഷൻ ആണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, അല്ലെ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന സംഗതി, അതിന്റെ കണ്ടീഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതിന്റെ ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻസും കൂടി പറയാം. ഡയമണ്ട് തിളങ്ങാനുള്ള കാരണം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. ബ്രില്യൻസ് ഓഫ് ഡയമണ്ട്. മിറാഷ് പണ്ട് പഠിക്കാനുള്ള ടോപ്പിക് ആയിരുന്നു. മിറാഷ്, മരീചിക. നമ്മൾ ചൂടുള്ള ദിവസങ്ങളിലൊക്കെ റോഡിൽ കൂടെ KSRTC പോവാണ്, അല്ലെങ്കിൽ വണ്ടിയിൽ പോകുമ്പോൾ ഫ്രണ്ട് നല്ലോണം കാണാൻ പറ്റുന്നത് ബസ്സിലായിട്ട് ബസ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം മറ്റു വണ്ടികളിൽ നമ്മൾ പോകുമ്പോൾ റോഡ് ദൂരെ വെള്ളം കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അതായത് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ആ റിഫ്ലക്ഷൻ ഇങ്ങനെ ബ്ലറി ആയിട്ട് വരുന്നത് പോലെ നമുക്ക് തോന്നും. പക്ഷെ വണ്ടി ഓടി അടുത്തെത്തുമ്പോൾ അതവിടെ കാണുന്നില്ല. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, മരീചിക. നമ്മൾ മിറാഷ് എന്ന് പറയും. ഇപ്പം മരുഭൂമിയിലൊക്കെ നടക്കുന്ന ഒരു കാര്യമാണ്. വെള്ളം ഉണ്ടെന്ന് തോന്നും, പക്ഷെ അവിടെ വെള്ളം ഉണ്ടാവില്ല, റിഫ്ലക്ഷൻ പോലെ തോന്നും. ഇതൊക്കെ ഉണ്ടായിരുന്ന ആപ്ലിക്കേഷൻസ് ആണ്. ഇപ്പൊ നമുക്കത് പഠിക്കാനില്ല. ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ് റിഫ്രാക്ഷൻ ആണ്. ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ് റിഫ്രാക്ഷൻ. അപ്പാരന്റ് ഡെപ്ത് റിഫ്രാക്ഷൻ ആണ്. എയർലി സൺറൈസ് സെറ്റ്, അത് റിഫ്രാക്ഷൻ ആണ്. അപ്പൊ എല്ലാത്തിന്റെയും ആപ്ലിക്കേഷൻസിൽ വരുന്ന കാര്യങ്ങൾ പഠിക്കുക. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ആപ്ലിക്കേഷൻ നമ്പർ 1 ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എഴുതിയിട്ടില്ല. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ടോട്ടൽ റിഫ്ലക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആണ്. ഇപ്പോൾ ഉള്ള എല്ലാ ടെലികമ്മ്യൂണിക്കേഷൻസിനും ഇന്റർനെറ്റ് കണക്ഷൻസിനും ഒക്കെ OFC കേബിൾ എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അത് ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണ്. ഓക്കെ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഡിവൈസ് ആണ്. വർക്ക് ചെയ്യുന്നത് ടോട്ടൽ റിഫ്ലക്ഷനിലാണ്. പിന്നെ ഇതിന്റെ ഉപയോഗം, ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ ഉപയോഗം എവിടെയെന്ന് വെച്ചാൽ മെഡിക്കൽ ഫീൽഡിലും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എൻഡോസ്കോപ്പി പോലെയുള്ള പരിപാടികൾ ചെയ്യാനായിട്ട് ഒപ്റ്റിക്കൽ ഫൈബർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടോട്ടൽ റിഫ്ലക്ഷന്റെ അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്രിസം ആണ്. ടോട്ടലി റിഫ്ലക്റ്റിംഗ് പ്രിസംസ് ആണ്. അതിന്റെ പടം വരച്ച് പഠിക്കുക. 2-3 പടമുണ്ട്. ഇൻവെർട്ടഡ് ഇമേജസ് ഉണ്ടാക്കാനായിട്ടാണ് ടോട്ടലി റിഫ്ലക്റ്റിംഗ് പ്രിസം യൂസ് ചെയ്യുന്നത്. അപ്പം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ആപ്ലിക്കേഷൻസ് പഠിച്ചു വെച്ചേക്കുക. ഡയമണ്ടിന്റെ ബ്രില്യൻസ് ഉണ്ട്, ഒപ്റ്റിക്കൽ ഫൈബർ ഉണ്ട്, ടോട്ടലി റിഫ്ലക്റ്റിംഗ് പ്രിസം ഉണ്ട്. പിന്നെ മിറാഷ് ഉണ്ടായിരുന്നു, ഇപ്പൊ നമുക്കത് പഠിക്കാനില്ല. മിറാഷിനെ പറ്റി ഇപ്പൊ നമുക്ക് പഠിക്കാനില്ല. അപ്പൊ ഇത്രയൊക്കെ ഓർത്ത് വെച്ചിരിക്കുക. അതിന്റെ ക്വസ്റ്റ്യൻ നമ്പർ 2. ഡിഫൈൻ ക്രിട്ടിക്കൽ ആംഗിൾ ആൻഡ് റൈറ്റ് ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് ഇറ്റ്, അല്ലെ? അപ്പോ റിഫ്രാക്ഷൻ, ക്രിട്ടിക്കൽ ആംഗിൾ എന്നൊക്കെ പറയുന്നത് എല്ലാ റയോപ്റ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്സ് ആണ്. ഇപ്പൊ റയോപ്റ്റിക്സിലേക്ക് കയറിയിട്ടുണ്ട്. ക്രിട്ടിക്കൽ ആംഗിൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. ക്രിട്ടിക്കൽ ആംഗിൾ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വെക്കുന്നു, റിഫ്രാക്ഷൻ 90 ഡിഗ്രി വരുന്നു. ആ സമയത്തുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞിരുന്നു. അപ്പം ക്രിട്ടിക്കൽ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കുക. റീസെന്റ് ഇയേഴ്സിൽ അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. ക്രിട്ടിക്കൽ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ ആ കണ്ടീഷനിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ റിഫ്രാക്ഷൻ 90 ഡിഗ്രി വരുന്ന
ആ ഒരു കണ്ടീഷനിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ സി ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കും. അവിടെ നമ്മൾ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. സ്നെൽസ് ലോ എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് എ കോൺസ്റ്റന്റ് കോൾഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഡിനോട്ട് ചെയ്യുന്നത് N21 അഥവാ N2/N1. ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് സംഭവം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? N2/N1 വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? N2/N1. ഇനി ഇതിനകത്ത് ഇക്വേഷൻ വേണം. സൈൻ ഐ എന്ന് പറയുന്നത് ആരായി? ക്രിട്ടിക്കൽ ആംഗിൾ ആയി IC ബൈ സൈൻ ആർ എന്ന് പറയുമ്പോൾ എത്രയായി? 90 ഡിഗ്രി ആയി. സൈൻ 90 ആയി. ഇനി N2 നമ്മളിവിടെ എയറിലേക്ക് പോകുന്നതായിട്ട് കൺസിഡർ ചെയ്യാം. ഡെൻസർ ടു റെയർ ആയിരിക്കണം കണ്ടീഷൻ. അത് എയറിലേക്കാണ് പോകുന്നതെന്ന് വിചാരിച്ചാൽ സെക്കൻഡ് മീഡിയം എന്തായിട്ട് മാറും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എയറിന്റെ എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. 1 ബൈ എയറിന്റെ 1 ആക്കിയ പിന്നെ നമുക്ക് N1 N2 ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N എന്ന് എഴുതിയാൽ. ഓക്കെ, ഇനി സൈൻ 90യുടെ വാല്യൂ 1 ആണ്. അപ്പൊ ഇക്വേഷൻ വീണ്ടും ഇങ്ങനെ മാറും. സൈൻ IC ഇസ് ഈക്വൽ ടു 1/n അഥവാ IC ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ്. ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഒക്കെ ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഇൻവേഴ്സ് ആയിട്ട് മാറും. സൈൻ ഇൻവേഴ്സ് 1/n. അപ്പൊ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ക്രിട്ടിക്കൽ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഡയമണ്ടിന്റെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഡയമണ്ടിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇട്ട് കൊടുക്കുക. നമുക്ക് എന്ത് കിട്ടും? ക്രിട്ടിക്കൽ ആംഗിൾ കിട്ടും. ഓക്കെ, റിഫ്രാക്ഷന് പകരം റിഫ്ലക്ഷൻ നടക്കുന്ന ആംഗിൾ ആണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് കൂടി ഓർത്തു വെച്ചിരിക്കുക. അതുകൊണ്ടാണ് ഡയമണ്ടൊക്കെ ഇത്രയും തിളങ്ങുന്നത്. അപ്പൊ ഡയമണ്ടിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ക്രിട്ടിക്കൽ ആംഗിൾ കുറവാണ്. ഈ ബന്ധം കൂടി നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇൻവേഴ്സ് റിലേഷൻ ആണ് ഇവർ തമ്മിൽ. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്തോറും ക്രിട്ടിക്കൽ ആംഗിൾ കുറഞ്ഞുകൊണ്ടിരിക്കും, അഥവാ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയും തോറും ക്രിട്ടിക്കൽ ആംഗിൾ കൂടിക്കൊണ്ടിരിക്കും. ഇത് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒരു മോഡിഫിക്കേഷനെ പറ്റിയിട്ടാണ്. മോഡിഫിക്കേഷൻ ആര് മോഡിഫൈ ചെയ്തു, എന്ത് മോഡിഫൈ ചെയ്തു, എങ്ങനെ മോഡിഫൈ ചെയ്തു? ഒരു മോഡിഫിക്കേഷനെ നമുക്ക് പഠിക്കാനുള്ളൂ. മാക്സ്വെൽ ആംബിയേഴ്സ് തിയറം മോഡിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് രണ്ടും അറിയണം. ആംബിയേഴ്സ് തിയറം അറിയണം, മാക്സ്വെല്ലിന്റെ മോഡിഫിക്കേഷനും അറിയണം. ആംബിയറിന്റെ മോഡിഫിക്കേഷൻ, ആംബിയറിന്റെ തിയറം നമുക്ക് ആദ്യം നോക്കാം. സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് B.dl ഇസ് ഈക്വൽ ടു μ0 ടൈംസ് I. ഇത് അറിഞ്ഞൂടാത്തവര് ഇതിനെപ്പറ്റി കേട്ട് ഞെട്ടണ്ട. ഇത്ര ഉള്ള സംഭവം. ഒരു ലൂപ്പ് ഉണ്ട്. ആ ലൂപ്പിന് അറൗണ്ട് ആയിട്ട് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള കറണ്ട്, അതിനകത്ത് പാസ് ചെയ്ത് പോയ കറണ്ട് ഉണ്ടല്ലോ, ആ കറണ്ടിന്റെ μ0 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്ന ലോ ആണ് ആംബിയേഴ്സ് തിയറം. ഏതുപോലെ? നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഗോസസ് തിയറം പോലെ 1/ε0 ടൈംസ് ദ ചാർജ് എന്ന് പറയുന്നത് പോലെ മാഗ്നറ്റിസത്തിൽ വരുമ്പോഴുള്ള ലോ ആണ് ആംബിയേഴ്സ് തിയറം. μ0 ടൈംസ് ദ കറണ്ട് എന്നാവും. ഓക്കെ, അപ്പൊ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് μ0 ടൈംസ് ദ കറണ്ട്. ഇത് തെറ്റാണെന്ന് പുള്ളി നമ്മുടെ മാക്സ്വെൽ തെളിയിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കപ്പാസിറ്ററിന്റെ എക്സ്പെരിമെന്റ് യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ ഇപ്പൊ അത്ര എഴുതണ്ട, 2 മാർക്കിനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ആ മോഡിഫൈഡ് ഇക്വേഷൻ എന്ന് എഴുതുക. പുള്ളി മോഡിഫൈ ചെയ്തു. ഇതിങ്ങനെ അല്ല, B.dl is equal to μ0 into I അല്ല, അവിടെ പകരം വരുന്നത് IC പ്ലസ് ID. 2 കറണ്ട് വരുന്നുണ്ട് അല്ലെ, കണ്ടക്ഷൻ കറണ്ടും ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്ന ഒരു പുതിയ സംഗതി. ഈ സാധാ വയറിനകത്തൂടെയും കണ്ടക്ട് ചെയ്യുന്ന സാധനങ്ങളിലൂടെയൊക്കെ പോണ കറണ്ട്, അത് കണ്ടക്ഷൻ കറണ്ടാണ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്ന ഒരു പുതിയ ടേം ഇവിടെ പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എവിടെ വരും എന്ന് വെച്ചാൽ ഡൈ ഇലക്ട്രിക്സിലും കറണ്ട് കണ്ടക്ട് ചെയ്യാത്ത സ്ഥലങ്ങളിലും ഒക്കെ വരുന്ന കറണ്ടിന്റെ പേരാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഇറ്റ് ഈസ് ദ കറണ്ട് വിച്ച് കംസ് ഇൻ ടു പ്ലേ ഇൻ ഡൈഇലക്ട്രിക്സ് ആൻഡ് അതർ മീഡിയം ഇൻ വിച്ച് ഇലക്ട്രിസിറ്റി ഈസ് നോട്ട് പാസിംഗ്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാത്തല്ലേ, കണ്ടക്ഷൻ കറണ്ട് ഉള്ളിടത്ത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഇല്ല, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉള്ളിടത്ത് കണ്ടക്ഷൻ കറണ്ടും ഉണ്ടാവില്ല. അപ്പോൾ ഡൈഇലക്ട്രിക് പോലെയുള്ള, ഡൈഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യാൻ സമ്മതിക്കില്ല, പക്ഷെ ഇലക്ട്രിക് ഫീൽഡിനെ കടത്തിവിടും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വരുന്ന കറണ്ടിന്റെ പേരാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ഡെഫിനിഷൻ പഠിച്ചു വെച്ചിരിക്കുക. ഇറ്റ് ഈസ് എ കറണ്ട് വിച്ച് കംസ് ഇൻ ടു പ്ലേ ഇൻ ഡൈഇലക്ട്രിക്സ് വെൻ ദർ ഈസ് നോ ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് അല്ലെ കറണ്ട് പാസ് ചെയ്യാത്ത സമയത്ത് ഉണ്ടാവുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റ് കറണ്ടാണ്. അത് എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് ഇക്വേഷൻ വെച്ച് പഠിച്ചു വെച്ചിരിക്കുക. ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ε0 into d∅e/dt. അവിടെ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് കാരണം ഉണ്ടാകുന്ന കറണ്ടാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കുക. ഇക്വേഷൻ മാത്രമായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പഠിച്ചു വെച്ചിരിക്കുക. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മാക്സ്വെല് ആംബിയറിന്റെ തിയറം മോഡിഫൈ ചെയ്തിട്ടാണ്. നമുക്ക് അവിടെ ആ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഓൾറെഡി ഉള്ള ആംബിയേഴ്സ് തിയറം എഴുതണം, മാക്സ്വെല് മോഡിഫൈ ചെയ്ത ഇക്വേഷൻ എഴുതണം, ഇക്വേഷനിലെ ID ആരാണെന്ന് എഴുതണം, അതിന്റെ ഇക്വേഷനും എഴുതണം. ഇത്തരം കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ 2 മാർക്ക് കിട്ടും. ഇങ്ങനെയാണ് മാക്സ്വെല് ആ ഇക്വേഷൻ മോഡിഫൈ ചെയ്തത്. ഓക്കെ,
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം 22 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. നമുക്ക് 38 ക്വസ്റ്റ്യൻസോളം തീർക്കാനുണ്ട്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ഒറ്റ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയാലുള്ള വീഡിയോയുടെ ലെങ്ത്തിന്റെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യാതിരിക്കരുത്. ഇനി വരുന്ന വീഡിയോസ് അപ്ഡേറ്റ് ആവാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഈ വീഡിയോ എത്തിക്കുക. അടുത്ത റീടെസ്റ്റുകൾ ഞങ്ങളുടെ സ്വന്തം കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. അടുത്ത റീടെസ്റ്റുകൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോസ് കണ്ട് പഠിച്ചതിന് ശേഷം മാത്രം റീടെസ്റ്റ് എഴുതുക. എന്ത് ഡൗട്ട് ഉള്ളതെല്ലാം നിങ്ങൾക്ക് നേരിട്ടോ അല്ലാതെയോ ചോദിച്ച് ക്ലിയർ ആക്കുക. നല്ലൊരു പഠനവും നല്ലൊരു ഭാവിയും ഉണ്ടാവട്ടെ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.